അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നമ്മുടെ അന്നൂറിൻ്റെ പുതിയ മൊഡ്യൂൾ 15 15ാമത്തെ മൊഡ്യൂൾ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ കോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ഇൻട്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നിർദ്ദേശം വന്നിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നോക്കുമ്പോൾ അന്നൂറിൻ്റെയും ലൈഫിൻ്റെ ഒക്കെ ക്ലാസ്സുകളുടെ എണ്ണവും കോഴ്സും ഒക്കെ നമ്മുടെ കോഴ്സ് ടീം പ്രിപ്പയർ ചെയ്തൊരു ഡോക്യുമെൻ്റ് വായിക്കുകയായിരുന്നു. സത്യത്തിൽ വല്ലാതെ മനസ്സ് സന്തോഷിച്ചു പോകുന്ന നിമിഷമാണ്. അന്നൂറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് 14 മൊഡ്യൂളിനെ കുറിച്ച് ഞാനൊന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, ഫാത്തിഹ 30 ക്ലാസ് ആദ്യ മൊഡ്യൂൾ, പിന്നെ ഒരു 34 ക്ലാസ്, അങ്ങനെ 64 ക്ലാസ് കൊണ്ടാണ് ഫാത്തിഹ തീരുന്നത്. അൽ ബഖറ 37, രണ്ടാം മൊഡ്യൂൾ 30, മൂന്നാം മൊഡ്യൂൾ 33, നാലാം മൊഡ്യൂൾ 34, 5 33, 6 33, 7 32, 8 38, 9 38, ബഖറ 10ാമത്തെ മൊഡ്യൂൾ 35, 11 35, 12 30, 14 30. അപ്പോൾ 434 ക്ലാസ്, അതിൽ 8680 മിനിറ്റ്സ്, 20 മിനിറ്റ് വീതമാണല്ലോ. അപ്പം അത്രയും സമയം ഖുർആൻ പഠിച്ച ആയിരങ്ങളുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളത് സ്വീകരിക്കുമാറാകട്ടെ. പീസ് റേഡിയോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്. 8650 മിനിറ്റ് ജീവിതത്തിലെ നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിലേറെ വലിയ മിനിറ്റുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർ അധ്വാനിച്ചിട്ടുണ്ട്. ഉസ്താദ് മുതൽക്ക്, ഇത് എഡിറ്റ് ചെയ്യുന്ന കുട്ടികൾ മുതൽക്ക്, ഇത് എയർ ചെയ്യുന്ന ആളുകൾ മുതൽക്ക്, ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ മുതൽക്ക് അതിലേറെ വലിയ അധ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഈ വിഷയത്തിൽ ചിന്തിച്ചവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ 15ാമത്തെ മൊഡ്യൂളിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ കോഴ്സുകളുടെ പ്രത്യേകത, അതിപ്പോൾ പുതിയ വിൻഡോയിലേക്ക് മാറി. പാണ്ടിക്കാട് വെച്ച് കഴിഞ്ഞ 14-ാം തീയതി നവംബർ 14 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മുതൽ രാത്രി 9:30 വരെ നടന്ന സെഷൻ യൂട്യൂബിൽ നിന്ന് പീസ് റേഡിയോ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞു പോയ മുഴുവൻ ക്ലാസ്സും കേൾക്കാനുള്ള സൗകര്യം വന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ഉള്ള ക്ലാസ് കേൾക്കാനുള്ള സൗകര്യം വന്നിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറയാണ്, നമ്മളെല്ലാവരും 15ാമത്തെ മൊഡ്യൂളിലേക്ക് കയറണം. 20 മിനിറ്റ് വീതം ആഴ്ചയിൽ 3 ദിവസം പതിയെ കേട്ടും ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ 3 ചോദ്യത്തിന് ഉത്തരം അയച്ച്, പിന്നെ അതിൻ്റെ കോഴ്സും പരീക്ഷയ്ക്ക് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. പടച്ചവൻ്റെ വലിയ തൗഫീഖ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. ആദരണീയൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയെ ഈ സമയത്ത് പ്രത്യേകം അനുസ്മരിക്കുന്നു. ഇതിൻ്റെ ആദ്യ എപ്പിസോഡുകളൊക്കെ അദ്ദേഹം എടുത്തത് ദമാമിൽ സ്റ്റുഡിയോ വരുന്നതിൻ്റെ മുമ്പ് ബുറൈദയിലേക്ക് 1000 കിലോമീറ്റർ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ്. അദ്ദേഹത്തിന് ഞാനിത് പറഞ്ഞ് ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഓരോ റിസ്ക്കാണ് ഓരോ സംവിധാനത്തെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത്. ഉസ്താദ് അന്നെടുത്ത ആ റിസ്ക് ഞങ്ങളൊക്കെ വിചാരിച്ച അദ്ദേഹം ഫ്ലൈറ്റിനായിരിക്കും പോയി വരണമെന്നാണ്. പക്ഷേ ബൈ റോഡായിരുന്നു പോയി വന്നത്. അല്ലാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇതേപോലെ തന്നെ ഇപ്പോൾ ലൈഫ് കോഴ്സ് ഉണ്ട്, നമ്മൾ അടുത്ത് തുടങ്ങാനിരിക്കുകയാണ്. നബിയുടെ നോമ്പ് 58 ക്ലാസ്, ഒളൂവിനെക്കുറിച്ച് ശുദ്ധിയെക്കുറിച്ചൊക്കെ ഉള്ളത് 30 ക്ലാസ്, രോഗം മരണം മരണാനന്തരം 63 ക്ലാസ്, സുന്നത്ത് നമസ്കാരങ്ങൾ 31 ക്ലാസ്, കച്ചവടം ഇസ്ലാമിൽ 30 ക്ലാസ്, വിവാഹം ദാമ്പത്യം കുടുംബം 31 ക്ലാസ്, അതിൻ്റെ രണ്ടാം മൊഡ്യൂൾ 29 ക്ലാസ്, മൂന്നാമത്തെ മൊഡ്യൂൾ 29 ക്ലാസ്, നാലാമത്തെ മൊഡ്യൂൾ 20, പിന്നെ മുസ്ലിമിൻ്റെ വിശ്വാസം 20, മുസ്ലിമിൻ്റെ വിശ്വാസം ഭാഗം 2 22. ടോട്ടൽ 343 കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലൈഫിൻ്റെ ഹെഡിൽ നമ്മൾ സംപ്രേഷണം ചെയ്തു. 6860 മിനിറ്റ് പഠിതാക്കൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം അവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ഒരു സമയമാണ്. ഓവറോൾ 434, 343, 777 ക്ലാസ്, ഈ 2 മൊഡ്യൂളും അറ്റൻഡ് ചെയ്ത ധാരാളം ആളുകളുണ്ട്. 20 മിനിറ്റ് വീതമാണെങ്കിൽ 15540 മിനിറ്റ് ഖുർആൻ പഠനത്തിനും പ്രമാണ പഠനത്തിനും ഫിഖ് പഠനത്തിനും ചെലവാക്കിയ മനുഷ്യന്മാർ, ബാറക്കല്ലാഹു ഫീഹിം ജമിയാൻ. മനസ്സിലായില്ലേ? ഇതിൻ്റെ സംഘാടകരാണ്, നമുക്ക് പോലും അത് പറ്റിയിട്ടില്ല. വയോധികന്മാരും പ്രായം ചെന്നവരും കുട്ടികളും പ്രൊഫഷണലുകളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ സമൂഹം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നമുക്ക് നൽകുന്ന, ഓവർ ടൈം അധ്വാനിക്കാനും കഷ്ടപ്പെടാനും പ്രചോദനം നൽകുന്ന വലിയൊരു സംഭവമായിട്ടാണ് പലപ്പോഴും ഇത് ഫീൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, നമ്മൾ 15ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. കുടുംബസഹിതം എല്ലാവരും പഠിക്കുക, ഒരു ടൈം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സിലുള്ളൊരു പ്രത്യേകത, ആ ടൈം സെറ്റ് ചെയ്യാനും ഒരു അലാം അടിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ട സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ്, രാവിലെ ഉണർന്ന ഉടനെ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പുതിയ കോഴ്സിൽ കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും വെറുതെ ഒന്ന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയിട്ട് വല്ല അപ്ഡേഷനും വന്ന് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോഴാണ് എല്ലാ പ്രശ്നവും തീരുക.
എന്നിട്ടും പ്രശ്നം തീരാത്തവർക്ക് എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് വഴി അത് അറിയിക്കുക. ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിലൊന്ന് വിളിച്ച് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് 24 hours കൊണ്ട് റിപ്ലൈ കിട്ടും. പ്ലസ് ഞാൻ കറക്റ്റ് കാണിക്കാം ആ സ്ക്രീൻഷോട്ട്. പിന്നെ പീസ് റേഡിയോയിൽ കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട് സപ്പോർട്ടിൽ പോയിട്ട് പിന്നെ കൃത്യമായിട്ട് കണ്ടില്ലേ, ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശരിക്കും ഒരു 10-30 വീഡിയോസ് ഉണ്ട്. ഓരോ ഫീച്ചേഴ്സും കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ആദ്യം അതൊന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങളിതിൻ്റെ കൂടെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ലാഭിക്കാനൊക്കെ പറ്റും. ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, പീസ് റേഡിയോയിൽ നിങ്ങൾ കോഴ്സ് ഓപ്ഷനിൽ പോവുക. കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട് സപ്പോർട്ട് റേഡിയോ എടുക്കുക. സപ്പോർട്ട് റേഡിയോ എടുത്തിട്ട് അതിൽ ട്യൂട്ടോറിയൽസ്, 3ാമത്തെ വിൻഡോ ഉണ്ട്, ട്യൂട്ടോറിയൽസ്. ആ ട്യൂട്ടോറിയൽസ് തുറന്നാൽ അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഏകദേശം 17ഓളം പോയിൻ്റ് ഇങ്ങനെ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചെടുത്ത് പോയാൽ മതി. അത് ഒരു 2 തവണ കണ്ടാൽ തന്നെ എല്ലാ സംശയവും ക്ലിയർ ആകും. അപ്പോൾ എല്ലാവരും സജീവമായി പങ്കെടുക്കുക. നമ്മളിങ്ങനെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളും കുടുംബങ്ങളും മാതാപിതാക്കളൊക്കെ അടങ്ങുന്ന വലിയൊരു സമൂഹമുണ്ട്. അവരെ ഒന്ന് പങ്കെടുപ്പിക്കാനും ശ്രദ്ധിക്കണം. ആ രീതിയിൽ സജീവമായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം, നിർദ്ദേശങ്ങൾ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കട്ടെ. പീസ് റേഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും എല്ലാ മാസവും ഒരു തുക എന്നൊരു പ്രോജക്റ്റ് പീസ് റേഡിയോ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ₹1 മുതൽ എത്രയും കൊടുക്കുക എല്ലാ മാസവും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിലൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടാൽ എല്ലാ മാസം 5-ാം തീയതി നിങ്ങൾക്ക് റിമൈൻഡർ മെസ്സേജ് വരും. ഇൻഷാ അല്ലാഹ് ആർക്കും ഒരു വലിയ റിസ്ക് ഇല്ലാതെ നമ്മൾ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ നിലയ്ക്ക് എല്ലാവരുടെയും വലിയ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വ അബ്ദിഹി വബഅദ്. സ്നേഹസമ്പന്നരായ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ ശ്രോതാക്കളെ, പഠിതാക്കളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ 15ാം മൊഡ്യൂളിൻ്റെ പ്രഥമ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ. പഠിതാക്കളുടെയും ശ്രോതാക്കളുടെയും ആവർത്തിച്ചുള്ള അപേക്ഷകളെ മാനിച്ച് പുതിയ ഒരു അവതരണ രീതിയാണ് ഈ എപ്പിസോഡ് മുതൽ അന്നൂർ തഫ്സീർ ക്ലാസ്സുകൾക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു വേദിയെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് തരപ്പെടുത്തുവാൻ പരിശ്രമിച്ചവർ, സഹായിച്ചവർ, ദുആ നിർവഹിച്ചവർ എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 174-ാം വചനമാണ് നമുക്ക് ഇനി പഠിച്ച് തുടങ്ങുവാനുള്ളത്. വചനത്തിലേക്ക് വരും മുമ്പ് 1-2 കാര്യങ്ങൾ ഏവരുടെയും ശ്രദ്ധയിലേക്ക് ചെലുത്തുവാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ അള്ളാഹുവിൻ്റെ വചനങ്ങളെയാണ് വിസ്തരിച്ച് വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതും സൂറത്തുൽ ബഖറയിലെ സൂക്തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തിനെ ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രയാണത്തിൽ തഅല്ലമു സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിക്കുകയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്. ഫഇന്ന അഖ്ദഹ ബറകത്തുൻ, സൂറത്തുൽ ബഖറ പഠിക്കൽ, ഉൾക്കൊള്ളൽ, സ്വീകരിക്കൽ അത് നന്മയാണ്, അനുഗ്രഹമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുബന്ധം പറയുകയുണ്ടായി. വഇന്ന തർക്കഹ ഹസ്റത്തുൻ, സൂറത്തുൽ ബഖറയെ വിഗണിക്കൽ, നഊദു ബില്ലാഹ്, അത് ഹസ്റത്തുൻ നഷ്ടവും കഷ്ടതയുമാണ് എന്ന് ഉണർത്തുന്നതോടൊപ്പം ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ഫദായിലുൽ ഖുർആൻ എന്ന മഹൽ രചനയിൽ ഒരു ചരിത്രം നൽകുന്നുണ്ട്. മഹാനായ സഹാബി സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസിൻ്റെ വീട്ടിൽ ഒരു രാവിൽ പ്രഭാതോദയം വരേക്കും പ്രകാശം മുറ്റി വെളിച്ചം തെളിഞ്ഞ് ആ വീട് ദീപാലങ്കൃതം എന്ന പോലെ കാണപ്പെട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ അത് പറയുകയുണ്ടായി, അങ്ങ് സാബിത്തിൻ്റെ വീട് കാണുന്നില്ലേ
അത് ദീപ്തമായി പ്രകാശമയമായി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ലഅല്ലഹു ഖറഅ സൂറത്തുൽ ബഖറ, സാബിത്ത് ബിൻ ഖൈസ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പുലർച്ചയിൽ ആളുകൾ സാബിത്തിനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് ദീപ്തമായി കണ്ടതിനെക്കുറിച്ച്. അദ്ദേഹം അവരോട് പ്രതികരിച്ചത് ഖറഅതു സൂറത്തുൽ ബഖറ, ഞാൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിരുന്നു എന്നാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോൾ വാനലോകത്തിൻ്റെ പട മലക്കുകൾ പാരായണം ചെയ്യപ്പെടുന്ന വീടിനെ ഇങ്ങനെ പൊതിഞ്ഞ് ആ വീടിന് പ്രകാശം തീർക്കുമെങ്കിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് പഠിച്ച് കഴിയുന്നവരുടെ വീട് എത്ര അനുഗ്രഹീതമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറ പഠിക്കുവീൻ, അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന്. അതിൻ്റെ ഒരു ചരിത്ര സാക്ഷ്യമാണ് അന്ന് വിശുദ്ധ മദീനയിൽ ഇவ்விധം കണ്ടത്. സഹോദരന്മാരെ, നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിച്ച് പുലർത്തി പാലിച്ച് രക്ഷാമാർഗം കാണേണ്ട ഒരു അനിവാര്യ നാളുകളിലാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാടുകളിൽ ഷർറ് പരക്കുന്നതിനെക്കുറിച്ച്, ഫിത്ന വാഴുന്നതിനെക്കുറിച്ച് കാലേക്കൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. തിന്മകൾ കളിയാടും, പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമൊക്കെ നാട് വാഴും, അങ്ങനെയുള്ള നാളുകൾ വരും എന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഫമൻ നജാത്ത്, അപ്പോൾ എന്താണ് രക്ഷ? ഫമൽ മഖ്റജ് മിൻഹ, മോക്ഷത്തിൻ്റെ വഴി എന്ത് എന്നൊക്കെ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ഉന്നയിച്ച ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനോട് ആവർത്തിച്ച് 3 തവണ പറഞ്ഞത് യാ ഹുദൈഫത്തു തഅല്ലം കിതാബല്ലാഹ് വത്തബി മാ ഫീഹി എന്നാണ്. ഹുദൈഫ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കൂ, അതിലുള്ളത് പിൻപറ്റൂ എന്നാണ്. തഅല്ലം കിതാബല്ലാഹ് വത്തബി മാ ഫീഹി, തഅല്ലം കിതാബല്ലാഹ് വത്തബി മാ ഫീഹി, തഅല്ലം കിതാബല്ലാഹ് വത്തബി മാ ഫീഹി എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ചില പ്രയോഗങ്ങളിൽ വഅമൽ ഫീഹി എന്ന്, അതിലുള്ളതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് മോക്ഷത്തിൻ്റെയും രക്ഷയുടെയും വഴി, അതും പ്രശ്നങ്ങൾ കലുഷിതമാകുമ്പോൾ, പ്രയാസങ്ങൾ വലക്കുമ്പോൾ, പ്രതിസന്ധികളിൽ ഉഴലുമ്പോൾ രക്ഷയായി മോക്ഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഈ ഒരു അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠനത്തിൽ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുവാനുമുള്ളത്, എത്രയെത്ര പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. മോക്ഷവും രക്ഷയും നമ്മളും മേലായവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അത് അരുളപ്പെടാൻ, കനിയപ്പെടാൻ ആ നാഥൻ്റെ കിതാബിനെ മുഖവിലക്കെടുത്ത് അത് പാരായണം ചെയ്തും പഠിച്ചും പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ വാക്താക്കളാവുക. അവരാണല്ലോ അഹ്ലുൽ ഖുർആൻ, ഖുർആൻ്റെ വാക്താക്കളാണല്ലോ അഹ്ലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ, വഖാസത്തുഹു, പ്രത്യേകക്കാർ. അതുകൊണ്ട് നമ്മൾ രക്ഷയാഗ്രഹിക്കുന്നവരാണ്, മോക്ഷം കൊതിക്കുന്നവരാണ്. അതിന് പറയപ്പെട്ട ഈ ഒരു പഠനം, വിശുദ്ധ ഖുർആൻ പഠനം നല്ല നീയത്തിൽ തുടർത്തുക എന്നുള്ളതാണെന്ന് ഓർമ്മിപ്പിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിശുദ്ധ സൂക്തത്തിലേക്ക് പഠിക്കാൻ തുടങ്ങാം ബിഇദ്നില്ലാഹ്. നമ്മൾ പറഞ്ഞു വച്ചതുപോലെ ഇനി നമുക്കുള്ള പഠന വിഷയം സൂറത്തുൽ ബഖറയിലെ 174 വചനമാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് വയശ്തറൂന ബിഹി സമനൻ ഖലീലൻ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇതാണ് ഈ പ്രഥമ എപ്പിസോഡിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഇതിലെ വിഷയം വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിഷയങ്ങളെ മറച്ചു പിടിക്കുക, പൂഴ്ത്തുക, എന്നിട്ട്
അതിന് തുച്ഛമായ പ്രതിഫലം കൊള്ളുക, ഇത് പൗരോഹിത്യത്തിൻ്റെ ഒരു ദുഷിച്ച പണിയാണ്. അതിനെതിരെയുള്ള അതിശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് വചനം ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരോട് നൽകിയ വാഗ്ദാനമാണ് അവർക്ക് സന്മാർഗം കനിയുമെന്നത്, നേർവഴി കാണിക്കുമെന്നത്. ഫൈമ്മ യഅ്തിയന്നകും മിന്നി ഹുദ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് സന്മാർഗം എത്തും. അള്ളാഹു ഉറപ്പിച്ച് പറഞ്ഞ വിഷയമാണ്. അള്ളാഹു കനിയുന്ന സന്മാർഗത്തെ പിൻപറ്റുന്നവർക്കാണ് ഭയപ്പാടില്ലാത്ത, ദുഃഖമോ വിഷമമോ ഇല്ലാത്ത ഒരു നാളെ പുലരുക. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞില്ലേ അള്ളാഹു. ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ എന്ന് പറഞ്ഞില്ലേ. അള്ളാഹു കനിയുന്ന സന്മാർഗം അത് പിൻപറ്റുകയായാൽ അത്തരക്കാർ പിഴച്ചു പോകില്ല, ഭാഗ്യം കെട്ടവരാകില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആളുകൾക്ക് സൗഭാഗ്യത്തിൻ്റെ, സരണിയുടെ, നിർഭയത്വത്തിൻ്റെ ജീവിതത്തിന് കരണീയമായ സത്യസന്ദേശങ്ങളും സന്മാർഗദർശനങ്ങളുമുള്ള വേദം, ആ വേദങ്ങളിലെ സത്യങ്ങളെ മൂടിവെക്കുക, പൂഴ്ത്തുക, അത് വ്യക്തമാക്കി കൊടുക്കേണ്ട അനിവാര്യതയുണ്ടായിട്ടും അത് വ്യക്തമാക്കി കൊടുക്കാതിരിക്കുക, ഇത് അത്യന്തം ക്രൂരമായ നിലപാടാണ്. പുരോഹിതന്മാർ അപ്പണി ചെയ്തു. വിശിഷ്യ വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ ജൂതന്മാർ ഈ ഒരു ക്രൂരത അന്നാളുകളിൽ നന്നായി പ്രയോഗിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പൂഴ്ത്തുന്നവരെ, മറക്കുന്നവരെ, ഒളിപ്പിക്കുന്നവരെ, തമസ്കരിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന വചനമാണ് നമ്മുടെ ഈ വചനം. നമുക്കിതിൻ്റെ അർത്ഥമൊന്ന് പറഞ്ഞതിന് ശേഷം ഈ വചനം ഉൾക്കൊള്ളുന്ന കുറേ വിഷയങ്ങളുണ്ട്, വിധികളുണ്ട്. ഈ വചനം, അതിൻ്റെ മുന്നറിയിപ്പുകൾ ഇത്ര ഗൗരവമായി എന്തുകൊണ്ട് പ്രതിപാദിക്കപ്പെട്ടു, അത് മനസ്സിലാക്കുവാൻ ചില ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിഇദ്നില്ല. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് വയശ്തറൂന ബിഹി സമനൻ ഖലീല, വേദത്തിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കുന്നവർ, ഒളിപ്പിക്കുന്നവർ. വയശ്തറൂന ബിഹി സമനൻ ഖലീല, അതിന് പകരം തുച്ഛമായ വില കൊള്ളുകയും വാങ്ങിക്കുകയും ചെയ്യുന്നവർ. ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അക്കൂട്ടർ അവരുടെ ഉദരങ്ങളിലേക്ക്, വയറുകളിലേക്ക് തീയിനെയല്ലാതെ തിന്നിറക്കുന്നില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയുമില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനാജന്യമായ നോവേറ്റുന്ന ശിക്ഷയും ഉണ്ടായിരിക്കും. ഇതാണ് ആയത്തിൻ്റെ മൊത്തത്തിൽ ആശയം. ഇവിടെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, കിതാബിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച യാതൊന്ന് അതിനെ മറച്ചു പിടിക്കുന്ന യാതൊരു കൂട്ടർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന ബലപ്പെടുത്തിയാണ്, തീർച്ചയായും എന്ന ആശയത്തെ തരുന്ന ഇന്ന പ്രയോഗിച്ചാണ് തുടങ്ങുന്നത്. അല്ലദീന യക്തുമൂൻ, അല്ലദീന ഒരു കൂട്ടർ, യക്തുമൂൻ അവർ, യുഖ്ഫൂൻ മറച്ചു പിടിക്കുന്നു, പൂഴ്ത്തുന്നു. അവർ പൂഴ്ത്തുന്നത് എന്തിനെയാണ്? മാ അൻസലല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് വേദത്തിലുണ്ട്. ആ വേദത്തിൽ നിന്നാണ് അവർ മറച്ചു പിടിക്കുന്നത്. അതാണ് മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ മറച്ച് പിടിക്കുന്നവർ. ഇവിടെ ഈ അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശം ഏത് കിതാബ്? അൽ എന്ന അവ്യയം ഇത് വ്യാകരണ പ്രകാരം ലിൽ അഹദ്, അഹദിനാകാം. അപ്പോൾ അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശം ചില പ്രത്യേക കിതാബ് എന്നാണ്. ഒന്നുകിൽ തൗറാത്ത് അല്ലെങ്കിൽ ഇഞ്ചീൽ. ഈ അവ്യയം അത് അൽ ജിൻസ്, ജിൻസിനാകാം എന്ന് പറഞ്ഞാൽ ആ പരിഗണന പ്രകാരം അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാ കിതാബുകളും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച എല്ലാ കിതാബുകളും
ഉദ്ദേശമാകാം. ജിൻസ് പ്രകാരം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കുന്നവർ. അതല്ല അഹദിൻ്റെ അൽ എന്ന പരിഗണനയിലാണ് എങ്കിൽ ചില നിർണീത കിതാബുകളിൽ നിന്ന്, ഒന്നുകിൽ തൗറാത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇഞ്ചീലിൽ നിന്ന്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം വിശുദ്ധ മദീനയാണ്. വിശുദ്ധ മദീനയിൽ ജൂത നേതാക്കന്മാർ തൗറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പല സത്യങ്ങളെയും മറച്ചു പിടിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അൽ എന്ന അവ്യയം അത് പ്രത്യേകം ഒരു കിതാബ് എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് തൗറാത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച യാതൊന്നിനെ. അത് പ്രകാരം ഈ മാ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുമെന്ന സുവിശേഷങ്ങൾ, ഇതൊക്കെയാണ് മറച്ചു പിടിക്കുകയുണ്ടായത്. ഒപ്പം വേദത്തിൽ അവതീർണമായ ചില വിധികൾ, മോഷ്ടാവിൻ്റെ കൈകൊത്തുക എന്നുള്ള വിധി തൗറാത്തിലുണ്ടല്ലോ. പക്ഷേ മോഷണ കേസ് വന്നപ്പോൾ ജൂതർ അത് മറച്ചു പിടിക്കുന്ന അവസ്ഥ വിശുദ്ധ മദീനയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേദത്തിൽ നിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശം തൗറാത്താണ് എന്ന് അതിനാൽ തന്നെ പറഞ്ഞ തഫ്സീറുകളുമുണ്ട്. വയശ്തറൂന ബിഹി സമനൻ ഖലീല, അവർ വാങ്ങിക്കുകയും ചെയ്യുന്നു. വയശ്തറൂൻ ബിഹി, അതുകൊണ്ട് അല്ലെങ്കിൽ അതിന് പകരമായി. സമനൻ ഖലീലൻ, സമൻ വില, തുക, ഖലീലൻ തുച്ഛമായ. ഈ വിഭാഗം ആളുകൾ അവർ പൂഴ്ത്തുന്നു. ഒപ്പം ഈ പൂഴ്ത്തുന്നതിന് പകരമായി തുച്ഛമായ വില കൊള്ളുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വയശ്ശറൂൻ, അവർ വാങ്ങിക്കുന്നു. ബിഹി, ഇവിടെ ഈ ബിഹി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? ചിലർ പറഞ്ഞത് അവർ ഈ തമസ്കരിക്കുന്നു, പൂത്തുന്നു, അതിന് പകരം അവരുടെ അൽക്കത്തും അതിന് പകരം അവർ കൊള്ളുന്നു സമനൻ ഖലീലൻ എന്നാണ്. ചിലർ പറഞ്ഞത് അൽ കിതാബ്, കിതാബിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കിതാബ്, ആ കിതാബിന് പകരം അവർ വാങ്ങുന്നു. മറ്റു ചിലർ പറഞ്ഞത് ബിഹി എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ പറയപ്പെട്ട മാ അൻസലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിന് പകരം അവർ വാങ്ങുന്നു സമനൻ ഖലീലൻ. എന്തായാലും അവർ തമസ്കരിക്കുന്നു, പൂഴ്ത്തുന്നു യാഥാർത്ഥ്യങ്ങളെ, അതിനു പകരം അവർ സമനൻ ഖലീലൻ, കുറഞ്ഞ തുച്ഛമായ നിസ്സാരമായ തുക കൊള്ളുന്നു. അല്ലെങ്കിൽ വേദം അതിനെ കൈമോശപ്പെടുത്തി അവർ തുച്ഛമായ വില കൊള്ളുന്നു. അല്ലെങ്കിൽ വേദത്തിൽ അവതരിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം, വിശേഷണം, അതേപോലെ മതവിധികൾ, ഇതൊക്കെ അവർ വിഗണിച്ച് വിസ്മരിച്ച് തമസ്കരിച്ച് അതിന് പകരം അവർ വാങ്ങിക്കുന്നു സമനൻ ഖലീല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകളെ അവതരിപ്പിച്ചു. ലഖദ് അർസൽന റുസുലന ബിൽ ബയ്യിനാത്ത് വഅൻസൽന മഅഹുമുൽ കിതാബ്, നാം നമ്മുടെ റസൂലുമാരെ വ്യക്തമായ വചനങ്ങൾ കൊണ്ട് നിയോഗിച്ചു, അവരോടൊപ്പം കിതാബിനെയും നാം അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സൂറത്തുൽ ഹദീദിൻ്റെ 25-ൽ
അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരിലൂടെ കിതാബിനെ അവതരിപ്പിച്ചു. വ്യക്തമായ വചനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരിലൂടെ നിയോഗിച്ചു. അതിനെ പൂഴ്ത്താൻ പാടുള്ളതല്ല. പിന്നെയോ അതിനെ കെത്തുമ ചെയ്യാതെ മറക്കാതെ പിന്നെ അതിനെ വ്യക്തമാക്കുകയാണ് വേണ്ടത്. അത് തഫ്സീറുകളിൽ കാണാം, ലിസാനുൽ ഹാലിലൂടെയും ലിസാനുൽ മഖാലിലൂടെയും. കെത്തുമല്ല വേണ്ടത്, മറച്ചു പിടിക്കല്ല വേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? വേണ്ടത് ലിസാനുൽ ഹാൽ അഥവാ ലിസാനുൽ മഖാൽ, രണ്ട് നിലക്ക് ഇത് വ്യക്തമാക്കുകയാണ് വേണ്ടത്. അതാണ് പണ്ഡിത ധർമ്മം, പുരോഹിതന്മാരുടെ മേൽ ബാധ്യതയായത്. ലിസാനുൽ ഹാൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൂടെ അള്ളാഹു അവതരിപ്പിച്ച സത്യങ്ങളെ, സന്ദേശങ്ങളെ ലോകർക്ക് വ്യക്തമാക്കി കൊടുക്കുക. വിശുദ്ധ മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിലൂടെ നിയുക്തമായി. ഈ തിരുദൂതരെ സത്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി വർത്തിക്കുകയാണ് അവിടെയുള്ള പണ്ഡിതന്മാർ വേണ്ടത്. അങ്ങനെ അവർ ലിസാനിൽ ഹാലിലൂടെ അവരുടെ ജീവിതത്തിലൂടെ സത്യം വ്യക്തമാക്കി കൊടുക്കുക. അതേപോലെ ലിസാനുൽ മഖാൽ, അവർ ഘോഷിച്ചും പറഞ്ഞും നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമുക്ക് സുവിശേഷം അരുളപ്പെട്ട ദിവ്യദൂതൻ്റെ നിയോഗമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ആളുകളെ അറിയിക്കുക, പഠിപ്പിക്കുക. ഇത് കേവലം മദീനയുടെ പരിപ്രേക്ഷ്യത്തിൽ അവിടെയുള്ള പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും മാത്രം ബാധകമായൊരു വിഷയമല്ല. വിശുദ്ധ സൂക്തം അവതീർണമായത് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ പണ്ഡിത പുരോഹിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണെങ്കിലും എല്ലാ വേദങ്ങളുടെയും വിഷയത്തിലും വേദത്തിൽ പരിജ്ഞാനമുള്ള പാണ്ഡിത്യമുള്ള ആളുകളുടെ വിഷയത്തിലെല്ലാം ഈ വചനം ബാധകമാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീല എന്ന് തുടങ്ങുന്ന ഈ വചനം അവതീർണമായതിനെക്കുറിച്ച് തഫ്സീറുകളിൽ അതിൻ്റെ അവതരണ പശ്ചാത്തലം പറയപ്പെട്ടിട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നസലത്ത് ഹാദിഹിൽ ആയ ഫി റുഅസാഇൽ യഹൂദി വ അഹ്ബാരിഹിം, ജൂത നേതാക്കന്മാരുടെയും അവരിലെ പണ്ഡിതന്മാരുടെയും വിഷയത്തിലാണ് ഈ വചനത്തിൻ്റെ അവതീർണത. എപ്പോൾ അവർ അനുയായികളിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായതിനെ അവർ മറച്ചു പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ വേദത്തിലുള്ളത് അവർ ആളുകളോട് പറയാതെ ആളുകളിൽ നിന്ന് ഒളിപ്പിച്ചു. തൽവിഷയത്തിലാണ് ഈ വചനത്തിൻ്റെ അവതീർണത എന്നാണ്. അതിൻ്റെ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് പലത് നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വരും. ഇമാം അൽ ഫഖ്റുർ റാസി തഫ്സീറിൽ പറയുന്നുണ്ട്, അൽ ആയത്ത് വ ഇൻ നസലത്ത് ഫി അഹ്ലിൽ കിതാബ്, ഈ ആയത്ത് അഹ്ലുൽ കിതാബിൻ്റെ വിഷയത്തിൽ, വേദക്കാരുടെ വിഷയത്തിൽ, ജൂത പണ്ഡിതന്മാർ പുരോഹിതന്മാർ അവരുടെ വിഷയത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും ലാക്കിന്നഹ ആമത്തുൻ ഫി ഹഖി കുല്ലി മൻ കതമ ശൈഅൻ മിനൽ കിതാബി യജിബു ഇബ്ഹാറുഹു, വേദഗ്രന്ഥങ്ങളിൽ, തൗറാത്ത് മാത്രമല്ല എല്ലാ വേദങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വല്ലതിനെയും ആരെങ്കിലും മൂടി വച്ചിട്ടുണ്ട് എങ്കിൽ ആ മൂടി വെക്കപ്പെട്ടത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, പകർന്നു കൊടുക്കേണ്ട, പരസ്യപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിൽ വല്ലവരും ഇത് മൂടി വച്ചിട്ടുണ്ട് എങ്കിൽ ഈ ആയത്ത് അവർക്കൊക്കെയും ബാധകമായിട്ടുള്ള ആയത്താണ്. അദ്ദേഹം പറയുന്നത് ഒരു തത്വമാണ്, ഇതിൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ്. ആയത്ത് അവതരിക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എങ്കിൽ ആ കാരണത്തിന് മാത്രം ബാധകമല്ല ഈ ആയത്തിൻ്റെ വിധി. പിന്നെയോ ഈ പദപ്രയോഗങ്ങളുടെ തേട്ടങ്ങൾ അത് ആരിലെല്ലാം ബാധകമാണോ
അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ദ്, ഈ വചനങ്ങളുടെ പൊതുതേട്ടം അതാണ് പരിഗണനീയം എന്ന് പറഞ്ഞാൽ യഹൂദ നേതാക്കന്മാർ, അവരുടെ പുരോഹിതർ, പണ്ഡിതർ, അവർക്ക് മാത്രം ബാധകമായൊരു വിഷയമല്ലത്. വേദങ്ങൾ, അത് സബൂർ സങ്കീർത്തനമാകട്ടെ, തൗറാത്ത് തോറയാകട്ടെ, ഇഞ്ചീൽ ബൈബിളാകട്ടെ, അൽ ഖുർആൻ വിശുദ്ധ ഖുർആനാകട്ടെ, മറ്റു വേദങ്ങൾ, ഏടുകൾ, ഇതൊക്കെയാകട്ടെ, അതിൽ നിന്നൊക്കെ അള്ളാഹു അവതരിപ്പിച്ച വിധികളെ, വിഷയങ്ങളെ, വിശേഷണങ്ങളെ വല്ലവരും മൂടി വച്ചിട്ടുണ്ട് എങ്കിൽ, വിശിഷ്യ അത് പരസ്യപ്പെടുത്തേണ്ട അനിവാര്യതകളിൽ മൂടി വച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെയും ഈ ആയത്തിൻ്റെ വിധി ബാധകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ യക്തുമൂൻ, അതേപോലെ വയഷ്തറൂൻ, അവർ പൂഴ്ത്തുന്നു, മൂടുന്നു, അതേപോലെ വയഷ്തറൂൻ, അവർ വാങ്ങുന്നു. രണ്ട് കുറ്റങ്ങളാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. വേദത്തിലുള്ള സത്യങ്ങളെ മൂടിവെച്ച് അതിനു പകരം തുച്ഛമായ വില കൊള്ളുന്നവർ, അവർക്ക് ഭവിക്കാനിരിക്കുന്ന 4 കൊടിയ ശിക്ഷകൾ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കുവാനുള്ളതാണ്. ഈ 2 കൊടും ക്രൂരതകൾ അതാണ് ഈ ആയത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വയഷ്തറൂൻ എന്നാണ് പറഞ്ഞത്. നമുക്കിതിനു മുമ്പ് ഈ പ്രയോഗം വന്നിട്ടുണ്ട് പലതവണ. യഷ്തറൂൻ എന്നുള്ളത് കൊള്ളക്കൊടുപ്പിനെയാണ് അറിയിക്കുന്നത്. വാങ്ങിക്കുന്നു, കൊടുത്ത് വാങ്ങുന്നതിനെയാണല്ലോ ഈ ക്രിയ അറിയിക്കുന്നത്. ഒരു സംഗതി നൽകി അതിന് പകരം മറ്റൊന്ന് വാങ്ങുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സത്യങ്ങളും വിധികളുമൊക്കെ നൽകിയിട്ടാണ് ഈ ആളുകൾ കൊള്ളുന്നത്. അതിന് പകരമായി കൊടുക്കുന്നത് അമൂല്യമായത്, അതിവിശിഷ്ടവും വിശുദ്ധവുമായത്, തങ്ങളുടെ ഇഹപര രക്ഷക്കും മോക്ഷത്തിനും കരണീയമായത്, അതാണ് അവർ കൊടുക്കുന്നത്. എന്നിട്ട് അവർ വാങ്ങുന്നതോ സമനൻ ഖലീലൻ എന്നാണ്, തുച്ഛമായ സമൻ എന്നാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖലീലൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹഖീറൻ, നിസ്സാരമായത്, അതേപോലെ ഹറാമൻ, നിഷിദ്ധമായത്. അപ്രകാരം കൊടുക്കുന്നതിന് ഒരു നിലക്കും തുല്യമാകാത്തത്. ഒരു തൂക്കം നോക്കലുണ്ടല്ലോ, കൊടുക്കുമ്പോൾ കൊള്ളുമ്പോൾ, കൊടുക്കുന്നതും കൊള്ളുന്നതുമായി ഒരു തൂക്കം ഒപ്പിക്കലുണ്ടല്ലോ, അങ്ങനെ ഒരു മുവാസന എന്ന് പറയും, തൂക്കമൊക്കൽ, അതിനൊരു സാധ്യതയുമില്ലാത്തത്, അതാണ് അവർ പകരം കൊള്ളുന്നത്. വിശുദ്ധ മദീനയുടെ പശ്ചാത്തലത്തിൽ ചരിത്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെയും വിശേഷണങ്ങളെയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവതീർണമായ ചില വിധികൾ അത് തൗറാത്തിലുള്ളതാണ്. ആ വിധികളെയും ഒക്കെ തമസ്കരിക്കുന്നതിന് പുരോഹിതന്മാർ കൈക്കൂലി സ്വീകരിച്ചിരുന്ന വിഷയം. കൈക്കൂലി വാങ്ങി തുച്ഛമായ വിഭവങ്ങൾ വാങ്ങി ജൂതർ ഈ പണിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമൻ എന്ന് കൈക്കൂലിക്ക് പറയും. കൈക്കൂലി മാ യുഅ്താലി ഇബ്താലി ഹഖിൻ ഔ ലി ഇഹ്ഖാഖി ബാത്തിലിൻ, അതാണ് അതിൻ്റെ നിർവചനം. ഇബ്താലു ഹഖ്, ഒരു സത്യം അതിനെ അസാധുവാക്കാൻ, അല്ലെങ്കിൽ ഇഹ്ഖാഖു ബാത്തിൽ, ഒരു അസത്യത്തെ സാധുവാക്കാൻ. സത്യത്തെ തമസ്കരിക്കാനും അസത്യത്തെ സ്ഥിരീകരിക്കാനും സ്ഥാപിക്കാനും കൊള്ളുന്നതെന്തോ അതാണ് കൈക്കൂലി. ജൂതർ അത് നന്നായി കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നജാഷി രാജാവ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോടും അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞൊരു പ്രയോഗം കാണാം.
ഫവല്ലാഹി മാ അഖദല്ലാഹു മിന്നി റിശ്വത ഹീന റദ്ദ അലയ്യ മുൽക്കി ഫആഖുദു റിശ്വത ഫീഹി എന്ന്. അള്ളാഹു എനിക്ക് എൻ്റെ അധികാരം തിരിച്ചു തന്നപ്പോൾ എന്നോട് കൈക്കൂലി വാങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഞാൻ കൈക്കൂലി കൊള്ളുകയാണോ എന്നാണ് അമ്രിനോടും അബ്ദുള്ളയോടും നജാശി രാജാവ് ചോദിക്കേണ്ടത്. അപ്പോൾ മുസ്ലിമീങ്ങൾ മക്കയിൽ കൊടിയ പീഡനത്തിന് ഇരയായി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തുകയും സത്യസാക്ഷ്യം ചൊല്ലുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് ഹബശയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞു. അങ്ങനെ ഹിജറ പോയ മുസ്ലിമീങ്ങൾ ഹബശയിലെത്തിയപ്പോൾ അവിടെയും അവരെ ഇല്ലായ്മ ചെയ്യാനും അവിടെ നിന്ന് തുരത്താനും തിരിച്ചു കൊണ്ടുവന്ന് മക്കയിൽ വീണ്ടും പീഡിപ്പിക്കാനും ഖുറൈശികൾ നിയോഗിച്ച 2 പേരായിരുന്നു അംർ ഇബ്നുൽ ആസും അബ്ദുല്ലാ ഇബ്നു അബി ഉമയ്യയും. അന്ന് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള, പിൽക്കാലത്ത് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അംറും അബ്ദുള്ളയും മക്കയിൽ നിന്ന് പോയപ്പോൾ ഖുറൈശികൾ ധാരാളം സമ്മാനങ്ങൾ കൊടുത്താണ് അവരെ വിട്ടത്. നജാശി രാജാവിനും പിന്നെ നജാശിയെ മുഖം കാണിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള പാത്രിയാർക്കീസ്മാർ അതേപോലെ തന്നെ മറ്റു വ്യക്തിത്വങ്ങൾ അവർക്കൊക്കെ കൈക്കൂലി ഹദായ സമ്മാനങ്ങൾ കണക്കിന് കൊടുത്തിട്ട് നജാഷിയിലേക്ക് എത്താൻ, പിന്നെ നജാഷിക്ക് സമ്മാനം. അങ്ങനെ അബ്ദുള്ളയും അംറും റളിയല്ലാഹു അൻഹുമ ഖുറൈശികളുടെ സമ്മാനങ്ങളായിട്ട് പോയിട്ട് എല്ലാവർക്കും നന്നായി കൊടുത്തു. അതുകൊണ്ട് തന്നെ അബ്ദുള്ളക്കും അംറിനും നജാഷിയുടെ അടുക്കലെത്താൻ, രാജാവിൻ്റെ അടുക്കലേക്ക് എത്താൻ ഒരു പ്രയാസം ഉണ്ടായില്ല. നല്ല സമ്മാനങ്ങൾ അത് നജാഷിയുടെ മുമ്പിൽ കാണിക്ക വെച്ചാണ്, സമർപ്പിച്ചാണ് മുസ്ലിമീങ്ങളെ വിട്ടുതരാൻ വേണ്ടിയിട്ട് അവരിരുവരും സംസാരിച്ചത്. അന്ന് നജാഷി ഇവരെയും കേട്ടു, പിന്നെ മുസ്ലിമീങ്ങളെയും കേട്ടു, മുഹാജിറുകളെയും കേട്ടു. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാചാലമായി സംസാരിച്ചു. ആ സംസാരത്തിൽ നജാഷി സ്വാധീനിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ സത്യത്തിൻ്റെ വാക്താക്കളാണെന്ന് അന്ന് അദ്ദേഹം സമ്മതിച്ചു. മൂസയും ഈസയും അലൈഹിമസ്സലാം കൊണ്ടുവന്ന അതേ സന്ദേശങ്ങളാണ് നിങ്ങൾ പറയുന്നതെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞു. ഈ സമയം അബ്ദുള്ളയും അംറും റളിയല്ലാഹു അൻഹുമ കൊണ്ടുവന്ന സമ്മാനങ്ങളെ നജാഷി തിരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞ വിഷയമാണിത്. ഫവല്ലാഹി മാ അഖദല്ലാഹു മിന്നി റിശ്വ ഹീന റദ്ദ അലയ്യ മുൽക്കി. അള്ളാഹു എനിക്ക് എൻ്റെ അധികാരം തിരിച്ചു നൽകിയപ്പോൾ എന്നോട് കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഫആഖുദു റിശ്വത ഫീഹി. അങ്ങനെയുള്ള അള്ളാഹിൻ്റെ വിഷയത്തിൽ ഞാൻ കൈക്കൂലി കൊള്ളുകയോ? അദ്ദേഹം അത് അവർക്ക് തിരിച്ച് തള്ളുകയുണ്ടായി. നജാഷി, എൻ്റെ അധികാരം രാജവാഴ്ച എനിക്ക് അള്ളാഹു തിരിച്ചു നൽകിയപ്പോൾ എന്ന് പറയാൻ കാരണം അത് മറ്റൊരു വലിയ ചരിത്രമാണ്. നജാഷി ചെറുപ്രായത്തിൽ രാജാവായി വാഴ്ത്തപ്പെട്ടു. ഹബശയിൽ പ്രായക്കാരനായ നജാഷിയെ നാട്ടുകാർ രാജഭരണത്തിന് കൊള്ളുകയില്ല, ആളല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നാട് കടത്തുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നജാഷിയുടെ മറ്റൊരടുത്ത ബന്ധുവിനെ, പിതൃ സഹോദരനെ അവർ രാജാവാക്കി വാഴ്ത്തി. പക്ഷേ ഹബശക്കാർ പിന്നീട് തങ്ങൾ ചെയ്തതിൽ അതൊരു കടുത്ത അപരാധമായി മനസ്സിലാക്കി തങ്ങൾക്കതൊരു വലിയ അപകടമായി മാറുമെന്ന് മണത്ത് അവർ രാജാവാക്കിയ നജാഷിയുടെ പിതൃ സഹോദരനെ അവർ തന്നെ സ്ഥാനഭ്രഷ്ടരാക്കി ഒഴിവാക്കിയിട്ട് പിന്നെ അവർ നാട് കടത്തിയ നജാഷിയെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അധികാരത്തിൽ സ്ഥാപിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതിലേക്കാണ് നജാഷി ഇപ്പോൾ സൂചന നൽകുന്നത്. ഹീന റദ്ദല്ലാഹു അലയ്യ മുൽക്കി. എൻ്റെ ഭരണം അള്ളാഹു എനിക്ക് തിരിച്ചു നൽകിയപ്പോൾ, നാട് കടത്തപ്പെട്ട തന്നെ നാട്ടുകാർ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് രാജാവാക്കിയ വാഴ്ത്തിയ ആ വിഷയമാണ് അദ്ദേഹം അവിടെ അനുസ്മരിക്കുന്നത്. ഞാൻ ഈ ചരിത്രം ഇവിടെ ഉദ്ധരിച്ചത് ഒരു സംഗതി അതിന് പകരം പറ്റുന്നതിന്, വിശിഷ്യ ഒരസത്യത്തെ സാധൂകരിച്ച് സത്യത്തെ തമസ്കരിച്ച് അതിന് പകരം കൊള്ളുന്നത്, അതാണല്ലോ റിശ്വത്ത്, കൈക്കൂലി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സമനുൻ ഖലീൽ, നിസ്സാരമായ നിഷിദ്ധമായ ചരക്കിനോട് തുകയൊക്കാത്ത വില എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഏതായാലും വയശ്ചറൂന ബിഹി സമനൻ ഖലീല എന്നുള്ള ഈ പ്രയോഗം വലിയ ആശയങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയുമാണ് അറിയിക്കുന്നത്. ഇവിടെ നമ്മൾ ഇനി തുടർന്ന് പറയാനുള്ളത്
ഇപ്പണി ചെയ്തവർക്കുള്ള 4 അപകടങ്ങൾ, അപായ സൂചനകൾ. അവർ തിന്നുന്നത് തീയാണ്, അവരോട് അള്ളാഹു സംസാരിക്കില്ല അന്ത്യനാളിൽ, അവരെ സംസ്കരിക്കില്ല, അവർക്ക് നോവേറ്റുന്ന ശിക്ഷയുണ്ട്. നമുക്കത് വഴിയെ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. പക്ഷേ ഒപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതിനു മുമ്പ് ഇതേ ആശയത്തിലൊരു വചനം പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ 159-ാം വചനം. അവിടെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ എന്ന വചനം. നമ്മുടെ 174-ാം വചനം കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെയാണ് നമ്മൾ പഠിച്ചു പോയതും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം അവതരിപ്പിച്ച വ്യക്തമായ വചനങ്ങൾ, സന്മാർഗ സന്ദേശങ്ങൾ, അതിനെ മൂടുവെക്കുന്നവർ, പൂഴ്ത്തുന്നവർ, മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്, ജനങ്ങൾക്ക് നാം അത് വ്യക്തമാക്കിയതിന് ശേഷം വേദത്തിലുള്ളതിനെയാണ് അവർ പൂഴ്ത്തുന്നത്. അവർക്ക് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ, ലഅനത്ത് അള്ളാഹുവിൽ നിന്ന്, അതേപോലെ തന്നെ ആരിൽ നിന്നെല്ലാം ലാനത്ത് ഉണ്ടോ അവരിൽ നിന്നെല്ലാമുള്ള ലാനത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞ വിഷയം അത് നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കാൻ കൽപ്പിച്ചത്, പൂഴ്ത്തുന്നതിൻ്റെ, മൂടുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതോടൊപ്പം ഈ 159-ാം വചനവും നമ്മുടെ 174-ാം വചനവും തനി ആവർത്തനമാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? ഇവിടെ ഇന്നല്ലദീന യക്തുമൂൻ എന്നാണ്, പൂഴ്ത്തി വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ പൂഴ്ത്തി വെക്കുന്നതിൻ്റെ ശിക്ഷയാണ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. എന്നാൽ 174-ാം വചനത്തിൽ ഇവിടെ പൂഴ്ത്തിവെക്കൽ മാത്രമല്ല, ഇന്നല്ലദീന യക്തുമൂൻ ഇത് മാത്രമല്ല, പിന്നെയോ വയഷ്തറൂന ബിഹി സമനൻ ഖലീല, ആ പൂഴ്ത്തിവെക്കുന്നതിന് പകരമായി ഈ സമനൻ ഖലീല അത് വാങ്ങുക എന്നുള്ള മറ്റൊരപരാധം കൂടിയുണ്ട്. ഖിത്മാനും പിന്നെ ഈ ഇഷ്തിറാവും, മൂടിവെക്കലും വാങ്ങലും, ഇവിടെ കുറ്റം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷയും ഇവിടെ കൂടുതൽ പറയപ്പെട്ടു. അവിടെ ലാനത്ത് മാത്രമാണ് എങ്കിൽ ഇവിടെ ഈ പറയപ്പെട്ട 4 അപകടങ്ങൾ അള്ളാഹു അറിയിച്ചു, അപായ സൂചനകൾ അറിയിക്കപ്പെട്ടു. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.